ഇനി നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഇതിനകത്ത് വെള്ളം അടിച്ചൊന്ന് ചെക്ക് ചെയ്യണ്ടേ? വെള്ളം അടിച്ച് ചെക്ക് ചെയ്യാണ്. പ്രഷർ വാഷർ വെച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. 122 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ചുമര ഈ കാണുന്നത്. നമ്മൾ എത്ര കിലോ അല്ല തീർത്ത് ആർക്കും ചെയ്യാന്ന് പറയുമ്പേ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഈ കാണുന്ന ഗ്രാനുൾസ് ഇതാ നേരെ ചുമരിലേക്ക് ഇങ്ങനെ പേസ്റ്റ് ആക്കിയാൽ മതി അല്ലേ. സ്ക്വയർ ഫീറ്റിന് 70 രൂപ മുതലാണ് അതിന്റെ പ്രൈസ് ആരംഭിക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു ചുമര് ചെയ്യാൻ ഏകദേശം ഒരു ഹൈറ്റും കൂടെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വേണ്ടി വരും. കൈ കൊണ്ട് തൊടുന്ന ഒരു പ്രശ്നമൊന്നുമില്ല അല്ലേ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇതൊക്കെ വരുമ്പോൾ പെയിന്റ് ഒക്കെ പൊളിഞ്ഞു വന്ന ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫ് അടിച്ച് വേറെ കുറേ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. കുറേ വേസ്റ്റ് ആയി പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. ഇതൊക്കെ റീമിക്സ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്റ്റീരിയറിലാണ്. ഇത് ഇന്റീരിയറിലും ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഈ കാണുന്ന എല്ലാ കളറിലും ഇത് ലഭിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വീട് അടിപൊളിയാക്കാൻ എല്ലാവർക്കും ആഗ്രഹം. എന്നാൽ വീടിന് പുട്ടിയിട്ട് പെയിന്റ് അടിച്ചു വരുമ്പോൾ ഒരുപാട് ചിലവല്ലേ. ഇന്നതാ വെറും 70 രൂപ മുതൽ ചെറിയ ചിലവിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്ചർ പെയിന്റ് ഐഡിയ ആണ് പറയാൻ പോകുന്നത്. വെറും ടെക്സ്ചർ പെയിന്റ് ഐഡിയ അല്ല കേട്ടോ, ഗ്രാനുൾസ് ടെക്സ്ചർ പെയിന്റ്. അതായത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ഈ കാണുന്ന ചുമരിനെ ഭംഗിയാക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഈ കാണുന്ന ഗ്രാനുൾസ് ഇതാ നേരെ ചുമരിലേക്ക് ഇങ്ങനെ പേസ്റ്റ് ആക്കിയാൽ മതി അല്ലേ. ഇത് ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ആർക്കും ചെയ്യാന്ന് പറയുമ്പേ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. ഇതിനൊരു ഐഡിയ വേണം അല്ലേ. ജസ്റ്റ് ഇവിടെ ഹോൾഡ് ചെയ്യുക, ഇങ്ങനെ വലിക്കുക. ചെയ്ത് കഴിഞ്ഞല്ലോ വീണ്ടും എടുക്കാം. ഇതിങ്ങനെ എടുക്കണം. ഇതിനോടൊന്ന് സെറ്റ് ചെയ്യാണ്ട് അല്ലേ, ലെവൽ ചെയ്യുക. ഒന്ന് ഇത് വർക്കിന് റെഡി ആയിട്ട് നമ്മൾ ചെയ്യണം അല്ലേ. ഓക്കെ, ഇതവിടെയാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഈ ചുമര് മൊത്തം ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ചുമര് ചെയ്യാൻ ഏകദേശം ഒരു ഹൈറ്റും കൂടെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വേണ്ടി വരും. 2 മണിക്കൂർ. ഓക്കെ, മാക്സിമം 2 മണിക്കൂർ കൂട്ടാം. ആ ഒരു സമയം കൊണ്ട് ഈ കാണുന്ന ചുമരിന്റെ വർക്ക് തീർന്നു. ഈ കാണുന്നത് ഇതിന്റെ ഒരു പ്രൈമർ ബേസ് കോട്ട് അടിച്ചതാ അല്ലെ. ഈ ഒരു ബേസ് കോട്ട് അടിച്ചു, അതിനുശേഷമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോ പല കളറിൽ ലഭിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഈ ഒരു കളർ എന്ത് കളറായിട്ട് വരും? ഇതൊരു ലാറ്ററൈറ്റിന്റെ ആ ഒരു ഐഡിയക്ക് വരാനുള്ളതാണ് അല്ലേ. ഇതിങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അത് മാത്രമല്ല, ഇത് അപ്ലൈ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഇതുകൊണ്ടുള്ള ഉപകാരം, വെറും വില മാത്രം നോക്കിയാൽ പോരല്ലോ, അതിനപ്പുറം എന്തൊക്കെ ഉണ്ടെന്നും കൂടെ നോക്കുകയാണ്. ഈ ഒരു മെറ്റീരിയൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. ഇവിടെ അപ്ലൈ ചെയ്യുന്ന രീതി നമ്മൾ പരിചയപ്പെടുത്തി. ഇത് സിമ്പിൾ തന്നെയാണോ? നമ്മളെ വ്യൂവേഴ്സിന് ഇപ്പോഴും സംശയം. അത് സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുത്തു. ഇത് ഇങ്ങനെ ഈ രീതിയിൽ അത്ര ഇതിങ്ങനെ ഊരി വികോ പൊളിഞ്ഞു പോരോ സംശയ. ഇങ്ങനെ സൈഡിലേക്ക് വലിക്കരുത്, നേരെ വലിച്ചാൽ. ഓക്കെ, പിന്നെ ഈ ഒരു സംഭവം സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഈ ഒരു മെറ്റീരിയൽ എങ്ങനെ മിക്സ് ചെയ്യുന്നുള്ളത്, ഇതിനകത്ത് ഗമ്മ് കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. അത് ആദ്യം കണ്ടിട്ടാക്കിയാലോ ബാക്കി കാര്യങ്ങള്. ഈ കടുകുമണി പോലുള്ള ഗ്രാനുൾസ് കണ്ടില്ലേ, എന്തല്ലേ ഭംഗി. ഈ ഒരു ഓറഞ്ച് വൈറ്റ് തീമാവട്ടെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് മിക്സ് ചെയ്യാൻ പോവാണ്. അതിന് വെള്ളം വേണം, ഇതിന് വേണ്ട അഡീഷണൽ സാധനങ്ങളൊക്കെ വേണം അല്ലേ. ഇതാണ് ഇപ്പോൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. ബക്കറ്റിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ചുള്ള പാത്രങ്ങൾ എടുക്കണം അല്ലേ. ഇതിപ്പോൾ 20 കിലോ ഇതിൽ മിക്സ് ചെയ്യാം. ഇതിൽ ഒരു 2.5 കിലോ, ഇത് 5 കിലോന്റെ ഇത് ക്യാനാണ്. ഒരു 20 കിലോയിലേക്ക് ഒരു 2 ലിറ്റർ മതിയാവും. 2 ലിറ്റർ മതി. ഇത് ബോണ്ടിങ് ഏജന്റ് ആട്ടോ ഇതിന് വേണ്ട സംഭവം അല്ലേ. അതിന് സ്ട്രോങ് കിട്ടാനുള്ള സാധനം. വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് അതിൽ. വെള്ളം കുറച്ച്, അത് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്ലോക്ക് വേണ്ട വെള്ളം അല്ലേ. ഓക്കെ, എന്നാ മിക്സ് ചെയ്തോളൂ. ഈ ഒരു പൗഡർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്താ ഈ പൗഡർ? ഇത് ഇതിനൊരു കുറച്ചൊരു പസർന്ന ഒരു ഇത് കിട്ടാം, ഒരു ക്രീം പോലെ ആക്കാൻ അല്ലേ. ഓക്കെ, പശനാണിത് അല്ലേ. ഇനി ഇതിലേക്ക് ഇത് തട്ടി. ഓക്കെ, ഇത് രണ്ടുമാണ് ആദ്യം മിക്സ് ചെയ്യാം. ഇതിനൊരു അളവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇത് 30 കിലോയിലേക്കുള്ളതാണ്. 20 കിലോയിലേക്ക് അത്ര മതി, കുറച്ചായിട്ടുള്ളൂ. ഓക്കെ, ഇത് എന്താ വെച്ചാല് നിങ്ങൾ ഇത് വാങ്ങുകയാണെങ്കിൽ അത് കറക്റ്റ് എങ്ങനെ ചെയ്യേണ്ടത് 30 കിലോയിലേക്ക് ഒരു ഇതേപോലത്തെ ഒരു ബാഗിൽ ഇതാ വരിക, പാക്കറ്റാ വരിക. പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യണം അല്ലേ. അത് ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. 5 ലിറ്റർ ഒഴിച്ചോളി. ഇനി അടുത്ത പ്രോസസ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഒരു മെറ്റീരിയലും കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഒരു ക്രീം രൂപത്തിലാട്ടോ അത് വരേണ്ടത്. സാധാരണ ഒരു വെള്ളമാവരുത്. ഒരു അളവ് നിങ്ങൾ ശ്രദ്ധിച്ച് എനിക്കൊന്ന് നമ്മൾ സിമെൻറ്റ് കുഴക്കുന്ന ആ ഒരു സ്റ്റൈലിലേ നോക്കണം എന്ന് തോന്നുന്നു. ഇവർ സ്ഥിരം ഇത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു അളവ് അറിയാം. ആ രീതിയിലാണ് വരിക. നിങ്ങളിത് വാങ്ങി ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് അവർ ഫോണിൽ പറഞ്ഞു തരും, അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇത് കൈ കൊണ്ട് തൊടുന്ന ഒരു പ്രശ്നമൊന്നുമില്ല അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. നമ്മൾ സിമെന്റ് പോലെ അങ്ങനെ ഒരു കെമിക്കൽ അത്രക്ക് പ്രോബ്ലം അല്ല മെറ്റീരിയൽ അല്ല ഇത് വരുന്നത്. ഇങ്ങനെ മിക്സ് ആക്കി വരണം അല്ലേ അത്? ഇതാണ് സെറ്റ് അല്ലേ? രൂപത്തില് ഇങ്ങനെ കിട്ടണം. ഈ ഒരു എന്താ പറയാ, ഒരു ക്രീം പോലെ അല്ലെ? ഇതാണ് നമ്മൾ ഈ ഒരു വാളിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നതിന്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഇതുപോലെ ചുമരുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ക്രാക്കുകൾ കാണാം, അതല്ലെങ്കിൽ ഇതുപോലുള്ള കുഴികൾ കാണാം. പുട്ടിയിട്ട് തന്നെ ഇതൊക്കെ ഫിനിഷ് ചെയ്യാൻ വളരെ ചിലവ് കൂടിയ ഒരു പരിപാടിയാണ്. പുട്ടിയുടെ ടൈമിങ് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇനി 1-2 പ്രശ്നങ്ങൾ വേറെയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഏരിയകളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇതുപോലെ കോർണറുകൾ, അതുപോലെ ഈ ഒരു സൈഡിലേക്ക് നോക്കി, പെയിന്റ് പൊളിഞ്ഞു പോരുക, ഇതുപോലെ ക്യാപിറ്റൽ റിയാക്ഷൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ പെയിന്റ് ഒക്കെ പൊളിഞ്ഞു വന്ന ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫ് അടിച്ച് വേറെ കുറേ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഇതങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന ഒരു മെറ്റീരിയൽ അല്ല. ഇതിനകത്ത് ഗമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നവ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ വേസ്റ്റായി പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. ഇതൊക്കെ റീമിക്സ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. അങ്ങനെ ഒരു വേസ്റ്റ് വരുന്ന ഒരു പരിപാടിയൊന്നും ഇതിനകത്തില്ല. ഈ കാണുന്ന ചുമരുതാ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഇതിനകത്ത് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ചുമരിൽ ഈ കാണുന്ന ബേസ് കോട്ട് ആദ്യം അടിച്ചു. ഇതൊരു ഈ ഓറഞ്ച് ടച്ച് വരാൻ കാരണം ഇതിനകത്ത് വരുന്ന കളറുമായിട്ട് മാച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് ചെയ്യാം. ഈ ഒരു ഭാഗത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് സോൾവ് ആയി പോകും. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്റ്റീരിയറിലാണ്. ഇത് ഇൻറ്റീരിയറിലും ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ കാണുന്നതേ ഇൻറ്റീരിയറിൽ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ചെയ്യണോ? അല്ലല്ല, സെയിം മെത്തേഡ് തന്നെയാണ്. ഒന്നും ചെയ്യണ്ട. ഇത് പെട്ടെന്ന് സെറ്റാവും, ഉണങ്ങിപ്പോവും. അത് ഒരു 3/4 മണിക്കൂർ അല്ലേ? 3/4 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റായി. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കണം. ഈ കാണുമ്പോൾ നമുക്കൊരു വൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇതല്ലല്ലോ അതിന്റെ കളർ, ഉള്ളോട്ട് വലിഞ്ഞു പോകും. അങ്ങനെ ആ ഒരു ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വീട് അടിപൊളിയാക്കാം. നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ BMന്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് BM ഗ്രാനുൾസ് ആൻഡ് ടെക്സ്ചർ പെയിന്റ്. ടെക്സ്ചർ പെയിന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു മെത്തേഡാണ്. ഈ കാണുന്ന എല്ലാ കളറിലും ഇത് ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന 10,012 എന്നുള്ള ഇതൊരു കോഡാണ്. ഈ കാണുന്ന രീതിയിൽ ഏതിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ വീടിൻ്റെ ഡിസൈൻ ഏതാണോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുകൾ ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ കോഴിക്കോടാണ് ഇവരുടെ ആസ്ഥാനം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചുമരിൽ നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം. സ്ക്വയർ ഫീറ്റിന് 70 രൂപ മുതലാണ് അതിൻ്റെ പ്രൈസ് ആരംഭിക്കുന്നത് പറഞ്ഞു. കേരളത്തിൽ എവിടെയാണെങ്കിൽ എത്തിച്ചു തരും. അതുകൊണ്ട് ഇനി കൊറിയറായിട്ട് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അത് കൊറിയറായിട്ടും ചെയ്യും. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള രീതിയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. വർക്ക് ഫിനിഷ് ആയില്ലേ? ഏകദേശം 122 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ചുമര ഈ കാണുന്നത്. നമ്മൾ എത്ര കിലോ അല്ല തീർത്തത്? 30 kg. അതായത് 25 കിലോ മെറ്റീരിയലും പിന്നെ 5 ലിറ്റർ ലിക്വിഡും ഇത് വെച്ചിട്ടാണ് ഈ ഒരു വാള് ചെയ്തത് കേട്ടോ. ഈ ഒരു വാള് നമ്മളെ എക്സ്റ്റീരിയറിലാണ്. നനച്ചു കഴിഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ല, മഴ കൊണ്ടാലും പ്രശ്നമില്ല. ഇതുപോലുള്ള ചുമരിൽ നമുക്ക് എക്സ്റ്റീരിയർ വാൾപേപ്പർ ഒന്നും പോസിബിൾ അല്ല. പക്ഷെ ഈ ഒരു ഗ്രാനുൾസ് ടെക്സ്ചർ പെയിന്റ് പോസിബിൾ ആണ് അല്ലേ? വളരെ പെട്ടെന്ന് വർക്ക് തീർക്കാം. ഇതുപോലെ ചെയ്തു കൊടുക്കണമെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പെയിന്റർ അല്ലെങ്കിൽ ഒരു ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആണ്. സ്വയം ചെയ്യാം. ഈ റൗണ്ട് ആയിട്ടുള്ള തൂണിനൊക്കെ ഇത് ചെയ്തൂടെ? ചെയ്താ പ്രയാസമാണ്. ചെയ്യാം. പ്ലെയിൻ വാളിലൊക്കെ നമുക്കൊക്കെ ചെയ്യാം. പക്ഷെ മെറ്റീരിയൽ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ഏരിയ കവറേജ് കിട്ടണമെങ്കിൽ പ്രൊഫഷണലായിട്ട് പഠിച്ചെടുക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്കും ഇനി നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനിയുള്ള വാളുകളിൽ ഈ ഒരു ഡിസൈനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെയധികം വർഷങ്ങളോളം നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് സ്ട്രോങ് ആണ് അല്ലേ? ഞാൻ അതൊന്ന് നനച്ച് നോക്കട്ടെ. വെള്ളം ഒഴിച്ച് നനച്ച് നോക്കുകയാണ്. നമുക്ക് ഉണങ്ങി കഴിഞ്ഞ ഒരു 4 മണിക്കൂറിന് ശേഷമൊക്കെ നനച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊളിഞ്ഞു പോയിരുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല. ഇതിപ്പോ ഈ ഒരു വൈറ്റ് പോണെങ്കിൽ ഇനി എത്ര സമയം എടുക്കും? അതെന്തായാലും 2 മണിക്കൂറൊക്കെ എന്തായാലും കഴിയും ഉള്ളോട്ട് വരികയാണെങ്കിൽ. ഗമ്മിന്റെ കളറായി കാണും പോകൂല്ലേ? 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് നോർമലായി അതിന്റെ കളറിലേക്ക് വരും. പിന്നെ അടിപൊളിയായി. അപ്പോൾ ഇതുപോലുള്ള ഐഡിയകൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോക്ക് അകത്ത് തന്നെ ഉണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ ഇതിനകത്ത് വെള്ളം അടിച്ചൊന്ന് ചെക്ക് ചെയ്യണ്ടേ? വെള്ളം അടിച്ച് ചെക്ക് ചെയ്യാണ്. പ്രഷർ വാഷർ വെച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇത് എക്സ്റ്റീരിയർ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വെള്ളം അടിച്ച് നോക്കിയില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയാനും പറ്റും. ഇങ്ങനെ ഒരു ഗ്രാനോൾസ് വാളിൽ ഫിക്സ് ചെയ്ത്
അത് കൈകൊണ്ട് തട്ടിക്കഴിഞ്ഞാലൊക്കെ പോരണം എന്ന് പലർക്കും തോന്നും, പോരുമെന്ന്. പക്ഷെ അതിനൊരു ചാൻസേ വരുന്നില്ല.